അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാതെ പോയത് കാരണം നല്ല വിശപ്പുണ്ടാവും. അങ്ങനെ നല്ല കുഞ്ഞുമണിയും കുത്തരിച്ചോറിട്ട് കൊടുത്തു. പിന്നെ എന്നത്തെ പോലെ നല്ല നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുക്കാം. ഒരു നാരങ്ങ അച്ചാർ വെച്ച് കൊടുക്കാം. പച്ചനങ്കി വറുത്തത് വെച്ച് കൊടുക്കാം. ചെറിയുള്ളിയും കാന്താരിയും വെളിച്ചെണ്ണയും വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല കിടുക്കാച്ചി ചമ്മന്തി വെച്ച് കൊടുക്കാം. പിന്നെ വേനൽക്കാലമല്ലേ, ഒഴിച്ചുകൂടാൻ വയ്യാത്ത ചീരത്തോരൻ വെച്ച് കൊടുക്കാം. ആ കുത്തിരിച്ചോറും ചീരത്തോരനും നങ്കിമീൻ വറുത്തതും ചമ്മന്തിയൊക്കെ. പിന്നെ ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നറിയോ? പുളിയവരയും മാങ്ങയും കൂടെ വെച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യലാണ്. അവരയ്ക്ക പയർ പൊളിച്ച് ഇതുണ്ടോ, പുളിങ്കുരു പോലത്തെ ഒരു സാധനമാണ്. മാങ്ങയിട്ട് ചാറ് വെച്ച് നല്ല മീൻകറിയുടെ ഒരു ടേസ്റ്റാണ്. പിന്നെ എന്താണെന്നറിയോ? പിന്നെ ഒരു പപ്പടം വറുത്തും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ഒന്നും കൂടെ നോക്കിയാലോ? നാടൻ കോഴിമുട്ട വറുത്തത്, നാരങ്ങ അച്ചാർ, ചെറിയുള്ളിയും കാന്താരിയും വിനാഗിരിയും വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ഒഴിച്ച് ചമ്മന്തി, പച്ചനങ്കി വറുത്തത്, ചീരത്തോരൻ, പുളിയവരയും മാങ്ങയും വെച്ചത്, പപ്പടം വറുത്തത്. ഒരു കാര്യം പറയട്ടെ, ചില വീട്ടിൽ ചില മക്കളുണ്ട്, കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അച്ഛനെ അമ്മേനെ ഒന്നും അറിയത്തില്ല. അവർക്ക് ആകെയുള്ളത് ഭാര്യ മാത്രമാണ്. അവർ മാനത്തുനിന്ന് പൊട്ടി വന്നാന്ന് ഉള്ള വിചാരത്തിൽ അവർ ജീവിക്കുന്നത്. ആ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും കൊടുക്കുവോ? 10, 21, 22 വയസ്സാകുമ്പോഴത്തേക്കും അടുത്ത പെണ്ണിനെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞു. അതുവരെ പേരൻസ് ചോറൊക്കെ കൊടുത്ത് അവരെ വളർത്തുക. അത് കഴിഞ്ഞ് പെണ്ണിനെ കൂട്ടിയിട്ട് വരിക. പിന്നെ അവർ മക്കളായി, അവരവരുടെ ലോകത്തായി. ഈ വളർത്തിയ അച്ഛനെയും അമ്മേനെയും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പിന്നിൽ നിന്ന് അവരെ കുത്താനായിട്ട് പിന്നെ ഇവർ മാത്രം മതിയായിരിക്കും. അവർക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുവോ, അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന നല്ല മക്കളുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും സപ്പോർട്ടായിട്ട് തന്നെ ഇരിക്കണേ എന്നൊക്കെ പറയുന്നവരും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മാക്സിമം ചുരുക്കമാണ് ഈ കാലത്ത്. നേരത്തെ കല്യാണവും കഴിഞ്ഞ് കുട്ടികളുമായി പിന്നെ അവരവർ മാത്രമുള്ളൂ. അവരുടെ വിചാരം ഞങ്ങളേതോ മാനത്തുനിന്ന് പൊട്ടി വന്നാന്നാണ്. അപ്പം എല്ലാ മക്കളും അങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് പേരൻസിനെ പുറകോട്ടും തിരിഞ്ഞു നോക്കണം കേട്ടോ. ഇനിയിപ്പം അവരുടെ മക്കൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ മനസാക്ഷിക്കുള്ളിൽ ഒന്നില്ലേ, നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ചോറ് കൊടുത്തിരുന്നു എന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓരോ അച്ഛൻ്റെയും അമ്മമാരുടെയൊക്കെ സങ്കടങ്ങളും പറച്ചിലും കരച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളോർക്കും എത്രമാത്രം വിഷമമാണ് ഇതെന്ന്. ശരിക്കും ആൺകുട്ടികൾ അവർ കല്യാണം കഴിക്കാൻ ഒരു 28 വയസ്സൊക്കെയാണ് ആവറേജ്. പേരൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വന്തം കാലിൽ നിന്നിട്ട് അതിലേക്കൊക്കെ നോക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?